शून्यवादी पाश्चात्य देशकारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। हरि ओम तत्सत्। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। अनर्पित चरिं चिरात् करुणया अवतीर्ण कलो समर्पयितुम् उन्नतो जलरसां स्वभक्ति श्रियं हरिपुरड सुन्दराद्युति कदम्ब सन्दीपित सदा हृदय कन्दरे स्फुरतु शचीनन्दन राधा कृष्ण प्रणय विकृतिर्लादिनी शक्तिरस्मात् एकात्मानो अपि भुवि पुरा देहभेदं गतौ तौ चैतन्याख्यं प्रकटमधुना तद्वयं चैक्यमाप्तं राधा भावद्युति सुवलितं नौमि कृष्णस्वरूपम्। ഹരേ കൃഷ്ണ. കഴിഞ്ഞ ക്ലാസ്സില് ശ്രീമദ് ഭാഗവതത്തിന്റെ ഒരു ശ്ലോകത്തില് ഒരു സംശയം പറഞ്ഞിരുന്നു. അത് ഭാവയോഗമല്ല ഭക്തിയോഗം എന്ന് മാറ്റണം. വേറ്റ് വേറ്റ് മീനിങ്ങിൽ കൊടുത്തിട്ടുണ്ട് ഭക്തിയോഗം എന്ന്. അത് ഇനിയുള്ള എഡിഷൻ, പഴയ എഡിഷനാണ്. ഇനി വരുന്ന എഡിഷനിൽ ഇങ്ങനെയുള്ള തെറ്റുകളില്ല. അപ്പൊ നിങ്ങള് ബുക്കുള്ളവരത് തിരുത്തി പോവുക. ഇനിയിപ്പോ അത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് തിരുത്തിപ്പോയാ മതി. ത്വം ഭക്തിയോഗ പരിഭാവിത ഹൃത്സരോജ, അത് ഭാവയോഗം എന്നാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്, ഭക്തിയോഗമാക്കണം കേട്ടോ. ത്വം ഭക്തിയോഗ പരിഭാവിത ഹൃത്സരോജ ആസേ ശ്രുതേക്ഷിത പഥോനനുനാഥ പുംസാം യദ്യധ്യാത ഉരുഗായ വിഭാവയന്തി തത്തദ്വപു പ്രണയസേ സദനുഗ്രഹായ. അതില് വേറ്റ് വേറ്റ് മീനിങ്ങിന് ഭക്തിയോഗം കൊടുത്തിട്ടുണ്ട്. അതായത് ഭക്തിയുടെ സേവനം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അത് തിരുത്തിയാ മതി, ഭക്തിയോഗം എന്നാക്കിയാ മതി. വേറൊന്നും ഇനി ചെയ്യാൻ പറ്റില്ല. പെൻസിൽ കൊണ്ടോ പേന കൊണ്ടോ തിരുത്താമോ? ഓ തിരുത്താം, അത് കുഴപ്പമില്ല. ഇനി വരുന്നതിലൊന്നും ഇങ്ങനെയുള്ള തെറ്റുകളില്ല. ഹരേ കൃഷ്ണ. ഇനി നമ്മളുടെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രഭു രണ്ടാമത്തെ അധ്യായമാണ്. പ്രഭു രണ്ടാമത്തെ അധ്യായത്തില് 9 ഞാൻ ഷെയർ ചെയ്തിരുന്നു. 9. വന്നിട്ടുണ്ട് മാതാജി. നന്ദസുത ബലിയന്ത്രേ ഭാഗവതേ ഗായി ശ്രീ കൃഷ്ണ അവതീർണ ചൈതന്യ ഗോസാനി. ഹരേ കൃഷ്ണ. ആരെങ്കിലും വായിക്കും? ഹരേ കൃഷ്ണ മാതാജി. ഗുരുഭ്യോ നമോ നമോ ഭഗവതേ വാസുദേവായ. നന്ദസുത ബലിയന്റെ ഭാഗവതേ ഗായി സേയി കൃഷ്ണ അവതീർണ ചൈതന്യ ഗോസാനി. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. നമോ ഭഗവതേ നന്ദസുത ബലിയന്റെ ഭാഗവതേ ഗായി സേയി കൃഷ്ണ അവതീർണ ചൈതന്യ ഗോസാനി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നന്ദ മഹാരാജാവിന്റെ പുത്രനിൽ നിന്ന് ശ്രീമദ് ഭാഗവതം വർണ്ണിക്കുന്ന അവിടുന്ന് ചൈതന്യ മഹാപ്രഭുവായി ഭൂമിയിൽ അവതരിച്ചു. ശ്രീല പ്രഭുപാദ് കി ജയ്.
അപ്പൊ ഇനിയും നമ്മൾ അങ്ങോട്ട് കുറച്ച് ശ്ലോകങ്ങളില് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് ശ്ലോകം വായിച്ച് വേഗം പറഞ്ഞു പോകാം. അതായത് ബ്രഹ്മം, പരമാത്മാവ്, ഇതിപ്പോ നമുക്ക് നമ്മുടെ മനസ്സില്, നമ്മളുടെ ബുദ്ധിയിൽ അത് നല്ലവണ്ണം ഉറച്ചിട്ടുണ്ട് ഇല്ലേ? നമ്മൾ എപ്പോഴും ബ്രഹ്മത്തെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഈ ശ്ലോകം മുതല്, അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ യതി ശബ്ദതേ, അതായത് ബ്രഹ്മം, പരമാത്മാവ്, അതായത് ബ്രഹ്മൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ശരീരത്തിലെ തേജസ്സാണ്, പ്രഭാപൂരമാണ്. പരമാത്മാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ ഭാഗിക വിസ്തരണം. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭാവാർത്ഥം ഒന്ന് ഓടിച്ച് പറഞ്ഞ് ഒന്ന് ടച്ച് ചെയ്ത് പോകാം. അപ്പം ആരാണ് ഭഗവാൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ശ്രീകൃഷ്ണ ഭഗവാൻ ഇല്ലേ? നന്ദനന്ദനൻ, വ്രജേന്ദ്ര നന്ദനൻ, യശോദാനന്ദനൻ, ദേവകി നന്ദനൻ, ശ്യാമസുന്ദരൻ, ഇങ്ങനെ പല പേരുകളുള്ള ശ്രീകൃഷ്ണ ഭഗവാനാണ് ആ ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് അറിയപ്പെടുന്നത്. ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? എങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനെ സ്നേഹിക്കാം, അതായത് ഗോപികമാരുടെ കൃഷ്ണപ്രേമം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് തന്നെയുമല്ല, ഭഗവാന് ഭക്തരോടുള്ള ആ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിസ്തരണങ്ങളാണ് എന്താ? പരമാത്മാവ്, അതായത് ബ്രഹ്മം എന്ന് പറഞ്ഞാല് പ്രകാശം, പരമാത്മാവ് എന്ന് പറഞ്ഞാല് വിസ്തരണം, സർവവ്യാപിയായിട്ടുള്ള രൂപം, അതായത് ഭാഗികമായിട്ടുള്ള വിസ്തരണമാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. അപ്പൊ വേദങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഭഗവാനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാ വിഷ്ണു തത്വങ്ങളും എവിടെ നിന്നാണ് വരുന്നത്? ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നാണ്. ആ വിഷ്ണു തത്വങ്ങളുടെ ഒക്കെ ഉറവിടം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. അത് എത്രയൊക്കെ അവതാരങ്ങൾ എടുത്താലും, ലീലാവതാരമായാലും ഗുണാവതാരമായാലും എല്ലാം തന്നെ, അതായത് വൈഭവ പ്രകാശം, ഇതൊക്കെ ആണെങ്കിൽ എല്ലാം തന്നെ എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇല്ലേ? അപ്പം ആ നന്ദസുതൻ ആയിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ആരായിട്ട് വന്നിരിക്കുന്നത്? ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമ്മള് ശ്രീകൃഷ്ണ ഭഗവാനെയും മഹാപ്രഭുവിനെയും രണ്ടായിട്ട് കാണാൻ പാടില്ല, ഒന്ന് തന്നെയാണ് അവര്. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാനിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ, എന്തെല്ലാം പ്രത്യേകതകളുണ്ടോ, അതെല്ലാം ആരിലും ഉണ്ട്? ശ്രീ ചൈതന്യ മഹാപ്രഭുവിലും ഉണ്ട്. അപ്പം ഈ ബ്രഹ്മം, പരമാത്മാവ് എന്ന് പറയുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ശരീരത്തിലെ പ്രഭാപൂരമാണ്. പരമാത്മാവ് എന്ന് പറയുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭാഗിക വിസ്തരണമാണ് എന്ന് നമ്മൾ ഓർമ്മിക്കണം. കാരണം എന്താ? എല്ലാ തത്വങ്ങളുടെയും മൂലം ശ്രീകൃഷ്ണ ഭഗവാനാണ്. എല്ലാ തത്വങ്ങളുടെയും മൂലം ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ്. ഇനി 10ാമത്തെ ശ്ലോകം. പ്രകാശവിശേഷേതേൻഹധരേതി നാമ ബ്രഹ്മ പരമാത്മാ ആരാ സ്വയം ഭഗവാൻ. ഹരേ കൃഷ്ണ. 10 ശ്ലോകം 10. ഹരേ കൃഷ്ണ. മാതാജി വായിക്കട്ടെ. ഹരേ കൃഷ്ണ. പ്രകാശവിശേഷതേൻഹധരേതി നാമ ബ്രഹ്മ പരമാത്മാര സ്വയം ഭഗവാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം. തന്റെ വിവിധ ആവിഷ്കാരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നീ 3 ഭാവങ്ങളില് അറിയപ്പെടുന്നു. അതായത് ഭഗവാന്റെ ശക്തികൾ എന്ന് പറയുന്നത് നമുക്ക് അചിന്ത്യമാണ് ഇല്ലേ? മനസ്സിലാക്കാവുന്നതും മനസ്സിലാക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ശക്തികളുണ്ട് ഭഗവാന്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാനെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ തക്ക സവിശേഷ ബുദ്ധി ഇല്ലാത്തവരാണ് ഈ ബ്രഹ്മ സാക്ഷാത്കാരത്തിലേക്ക്, അല്ലെങ്കിൽ ബ്രഹ്മൻ എന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ പോകുന്നത്. അപ്പൊ ഇവിടെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തില് ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഭഗവാൻ എന്ന് പറഞ്ഞാല് ഷഡൈശ്വര്യങ്ങൾ തികഞ്ഞതാണ് ഇല്ലേ? ഐശ്വര്യം, വീര്യം, യശസ്, കീർത്തി, ജ്ഞാനം, സൗന്ദര്യം, ബുദ്ധി, സമ്പത്ത്, ഇതെല്ലാം തികഞ്ഞതാണ് ഭഗവാൻ. അപ്പൊ ഇവിടെ വേറെ തരത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ. ഭ എന്ന് പറഞ്ഞാല് സംരക്ഷകൻ, പ്രൊട്ടക്ടർ.
നിയന്താവ് എന്നൊക്കെ അർത്ഥമുണ്ട്. ഗ എന്ന് പറഞ്ഞാല് നേതാവ്, ലീഡർ, അതുപോലെ തന്നെ പ്രേരകൻ. വ എന്ന് പറഞ്ഞാല് വസിക്കുന്നവൻ, എല്ലാവരുടെയും ഹൃദയത്തില് പരമാത്മ ചൈതന്യമായിട്ട് കുടികൊള്ളുന്നവൻ. ഇങ്ങനെ അർത്ഥവുമുണ്ട് ഭഗവാൻ എന്ന പദത്തിന്. അപ്പം ഭഗവാൻ നമ്മളുടെയൊക്കെ ഉള്ളില് വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളും ഭഗവാനും ഒന്നാണ് എന്നല്ല അർത്ഥം. നമ്മളുടെ അവബോധം അല്ല ഭഗവാന്റേത്. ഭഗവാന്റെ അവബോധം എന്ന് പറയുന്നത് അത് വേറെയാണ്. അപ്പം ഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് എന്താണ്? ഷഡൈശ്വര്യങ്ങൾ തികഞ്ഞ ഒരു വ്യക്തിയാണ് ഭഗവാൻ എന്ന് നമ്മൾ ഓർമ്മിക്കണം. അപ്പം ഭഗവാന്റെ അചിന്ത്യമായിട്ടുള്ള ശക്തി കൊണ്ടാണ് നമ്മളെ ജീവാത്മാക്കളെ ഭഗവാൻ സംരക്ഷിക്കുന്നത്. ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർട്സിലാണ്. മമേവാംശോ ജീവലോകെ ജീവഭൂത സനാതന, നമ്മൾ ജീവാത്മാക്കൾ. അതുകൊണ്ട് ആ അചിന്ത്യമായിട്ടുള്ള ശക്തി വിശേഷം കൊണ്ടാണ് ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുന്നത്. നമുക്കറിയാം, ശാസ്ത്രജ്ഞന്മാര് ബുദ്ധിയുള്ളവരാണ്, അല്ലേ? പൂർണ്ണ ബുദ്ധിയാണ് അവരുടേത്. പക്ഷെ അവര് എന്താ കണ്ടുപിടിക്കുന്നത്? ഓൾറെഡി ഈ ഭൗതിക ലോകത്തിൽ എന്തൊക്കെയുണ്ടോ അത് അവര് കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ പുതിയതായിട്ടൊന്നിനെ സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കില്ല. അപ്പം അവര് പറയുന്നുണ്ട്, ഈ ഓരോ ഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഗുരുത്വാകർഷണ ശക്തി കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ശരിയാണോ? അല്ല. ശ്രീകൃഷ്ണ ഭഗവാന് തന്റെ കൈക്കുമ്പിളില് ഇവയൊക്കെ താങ്ങി നിർത്തുന്നത് കൊണ്ടാണ് ഇവയ്ക്കൊക്കെ നിൽക്കാന് സാധിക്കുന്നത്. ഇല്ലെങ്കിലോ അത് പൊട്ടി ആ വായുവിൽ തന്നെ, അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ അതെല്ലാം പൊട്ടിച്ചിതറുമായിരുന്നു. ഇത് മനസ്സിലാക്കാനുള്ള ശക്തി വിശേഷം ആർക്കില്ല? ശാസ്ത്രജ്ഞന്മാർക്കില്ല. അപ്പം ഭഗവാന്റെ അചിന്ത്യമായ ശക്തി എന്താണെന്ന് ബുദ്ധിജീവികൾക്ക് മനസ്സിലാക്കാന് സാധിക്കില്ല. അപ്പൊ ഭഗവാന്റെ ആ വ്യത്യസ്തമായിട്ടുള്ള പ്രതിനിധികളിൽ കൂടിയാണ് ഈ ഭൗതിക ലോകത്തെ, അതായത് കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളുണ്ട്, ഈ ബ്രഹ്മാണ്ടങ്ങളെയൊക്കെ സംരക്ഷിച്ച് നിലനിർത്തുന്നത് ഭഗവാന്റെ ശക്തി വിശേഷങ്ങൾ മൂലമാണ്. അപ്പം ഇവിടെ പറയുന്നുണ്ട്, ഭഗവാന് സ്വഭക്തന്മാർക്ക് അവിടുന്നതിനോട് അതീന്ദ്രിയ പ്രേമഭക്തി വളർത്തുന്നതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു. നമ്മളൊക്കെ ഈ ഭൗതിക ലോകത്തിൽ വന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ അവസാനിക്കാത്ത ആഗ്രഹങ്ങളെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ശരീരം തന്നു നമ്മെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്, അല്ലേ? പക്ഷെ ഇതിൽ മടുത്തു, ഇനി ഒരു ജന്മം വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ ജന്മമൃത്യു ജരാവ്യാധി അതിനെ തടയിടാനുള്ള വഴിയും ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് ആ വഴി പോകാം. അല്ല, ഈ ഭൗതിക ലോകമാണ് ശ്രേഷ്ഠം, മായയാണ് ശ്രേഷ്ഠം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അതിനു വേണ്ടുന്ന സൗകര്യങ്ങളും ഈ ഭൗതിക ലോകത്തിലുണ്ട്. അപ്പം തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ടാണ് നമ്മളെ തടസ്ഥ ശക്തികൾ എന്ന് പറയുന്നത്. ഇടയിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ബഹിരംഗ ശക്തിക്കും അന്തരംഗ ശക്തിക്കും ഇടയിലാണ് തടസ്ഥ ശക്തികൾ വരുന്നത്. അപ്പൊ ആരെങ്കിലും തന്നെ നമ്മൾ ഭക്തിയുടെ സേവന പാതയിൽ മുന്നോട്ട് പോകുമ്പം നമ്മൾ വിചാരിക്കുമോ ഇത് വളരെ സുഖമാണല്ലോ? ഒരിക്കലും അല്ല. നമ്മൾ ഭക്തിയിൽ മുന്നോട്ട് പോകും തോറും നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള തടസ്സങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വരും, പലതരത്തിലുള്ള ദുഃഖങ്ങൾ വരും. എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാന് നമ്മളോട് വിരോധം ഉണ്ടായിട്ടല്ല. പിന്നെന്തിനാണ് നമുക്ക് ദുഃഖങ്ങൾ തരുന്നത്? നമ്മളെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൃഷ്ണഭക്തിയിൽ ഉറച്ചു നിൽക്കുമോ? അതായത് സ്വർണം നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിന്റെ പരിശുദ്ധി നോക്കും, ഇല്ലേ? അതുപോലെ നമ്മളെ അങ്ങേയറ്റം നമ്മളുടെ ഉള്ളിലെ മാലിന്യങ്ങളെല്ലാം കളഞ്ഞ് നമ്മളെ ശുദ്ധീകരിച്ചതിന് ശേഷമേ ഭഗവാൻ നമ്മളെ സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ നമ്മൾക്ക് ദുഃഖങ്ങൾ തരുന്നത്. നമുക്കറിയാം പൂന്താനത്തിന്റെ കഥ, ഇല്ലേ? പൂന്താനത്തിന് ഒരു ഉണ്ണി ഉണ്ടായപ്പോൾ ആ ഉണ്ണിയെ ഭഗവാൻ തിരിച്ചെടുത്തു. കാരണം എന്താണ്? ആ പൂന്താനത്തിന്റെ അടുപ്പം മുഴുവൻ ആ ഉണ്ണിയോടാവും. അത് വന്നാല് എനിക്ക് പൂന്താനത്തിനെ രക്ഷിക്കാൻ സാധിക്കില്ല. അതിനുവേണ്ടി നമുക്ക് ക്രൂരമായിട്ട് തോന്നിക്കാം, ഇത്ര ഭക്തിയുള്ള ഒരാൾക്ക് അവരുടെ ജീവിതത്തിൽ ഇത്രയധികം ദുഃഖങ്ങളോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അത് നമ്മളുടെ ഭൗതികമായിട്ടുള്ള ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷെ ഭഗവാൻ എന്താണ്? ഭഗവാൻ എന്തും നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുള്ളൂ. ഒരു ഭക്തന് ദോഷം വരുന്ന പ്രവൃത്തി ഭഗവാൻ ഒരിക്കലും ചെയ്യില്ല. ആ ഭഗവാനെ രക്ഷിക്കണം, ഈ ഭൗതിക ലോകത്തിലേക്ക് ഇനി ആ ഭക്തനെ തിരിച്ചു വരേണ്ട, അതിനുള്ള വഴിയാണ് ഭഗവാൻ ഒരുക്കുക. ഇവിടെ പറയുന്നുണ്ടത്, ചിലപ്പോൾ ഭക്തന്റെ പക്കലുള്ള ഭൗതിക സംരക്ഷകരായ എല്ലാവരെയും മരവിപ്പിച്ചുകൊണ്ട് ഭക്തന്റെ ഭൗതിക ആകർഷണങ്ങൾ നിർബന്ധപൂർവം എടുത്തു കളഞ്ഞാണ്
ഭഗവാൻ ഇത് ചെയ്യുക. എന്തിനെന്നാൽ ഇങ്ങനെ ചെയ്താൽ ഭക്തൻ പരിപൂർണമായിട്ടും ഭഗവാനെ ആശ്രയിക്കും. അപ്പൊ പൂന്താനത്തിന് മനസ്സിലായി. അത് ജ്ഞാനപാനയിൽ അത് പറയുന്നുണ്ട്. എനിക്ക് ആ ഉണ്ണിയോട് അടുപ്പം വന്നു കഴിഞ്ഞാൽ വേറൊരു ഉണ്ണിയുണ്ട് എനിക്ക്, ആ ഉണ്ണിയോടുള്ള അടുപ്പം കുറഞ്ഞു പോകുമോ എന്ന് ഭയന്നിട്ടാണ് ഈ ഭഗവാൻ ഇങ്ങനെ ചെയ്തതെന്ന്. അപ്പം ആ പൂന്താനത്തിന് തന്റെ മനസ്സും ബുദ്ധിയും എല്ലാം ഭഗവാനില് നിലനിർത്താന് സാധിക്കും. അപ്പം പരിപൂർണമായി ഭഗവാന്റെ സംരക്ഷണത്തെ ആശ്രയിക്കും. ഈ വിധത്തിൽ ഭഗവാൻ അവിടുത്തെ ഭക്തന്റെ നായകനാണെന്ന് സ്വയം തെളിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പുരുഷാവതാരങ്ങള്. ഇതൊക്കെ ഭഗവാന്റെ ഭഗവത് തത്വത്തിലാണ്, വിഷ്ണു തത്വത്തിലാണ് വരുന്നത്. അപ്പൊ അവയൊക്കെ ഭഗവാനിൽ നിന്നും വ്യത്യസ്തമല്ല. നമ്മളും ഭഗവാന്റെ കണങ്ങളാണ്, അംശമാണ്. അപ്പൊ നമ്മളും ഗുണപരമായിട്ട് ഭഗവാന് തുല്യരാണ് എന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഭഗവാനാകുന്നില്ല. ഇവിടെ ശ്രീല പ്രഭുപാദർ ഉദാഹരണം പറയുന്നുണ്ട്. കച്ചവടമേള, ഉത്സവ സ്ഥലത്തൊക്കെ ധാരാളം കടകൾ നമ്മൾ കാണും, ഇല്ലേ? അവര് കടയിടുന്നതിന് ദേവസ്വത്തിന് ഒരു നിശ്ചിത തുക കൊടുക്കണം. എന്ന് വെച്ചിട്ട് സ്ഥിരം അവിടെ കടയിട്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. ഉത്സവം കഴിഞ്ഞു കഴിഞ്ഞാല് ആ കടയെല്ലാം അവിടെ നിന്ന് പൊളിച്ചു മാറ്റിയേ പറ്റുള്ളൂ. അതുപോലെയാണ് ഈ പരമാത്മാവെന്ന് പറയുന്നതും. അപ്പൊ അതേവരെ ഉത്സവം കഴിയുന്നത് വരെ അവരുടെ എന്താ പറയുക, നികുതി അത് പിരിക്കേണ്ടതായിട്ട് ഒരു ഉദ്യോഗസ്ഥനുണ്ടാവും ദേവസ്വത്തിന്, ഇല്ലേ? അപ്പൊ ദേവസ്വത്തിൽ നിന്ന് വ്യത്യസ്തനാണോ അയാള്? അല്ല. അപ്പം നമ്മളുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവെന്ന് പറയുന്നതും ആ ഉദ്യോഗസ്ഥനോട് താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മളുടെ ആത്മാവിനോടൊപ്പം പരമാത്മാവും ഉണ്ട്. ആത്മാവ് എവിടെയൊക്കെ പോയാലും, അതായത് ഏതൊക്കെ ശരീരങ്ങൾ സ്വീകരിച്ചാലും ആത്മാവിനോടൊപ്പം ആര് വരും? പരമാത്മാവും വരും, ഇല്ലേ? അതേസമയം നമ്മള് സാധന ശരിയായിട്ട് മുന്നോട്ട് പോയി നമ്മൾ സാധനയിൽ വിജയിച്ചാൽ, അതായത് നമ്മളുടെ യഥാർത്ഥ രൂപം എന്തെന്ന് നമ്മൾക്ക് മനസ്സിലാക്കിയാല് നമ്മളുടെ മരണശേഷം പിന്നെ പരമാത്മാവ് നമ്മളെ അനുഗമിക്കില്ല. പരമാത്മാവ് ആ ചൈതന്യം എങ്ങോട്ടേക്ക് പോകും? ക്ഷീരോദശ വിഷ്ണുവിലേക്ക് പോകും. നമ്മളുടെ ജീവാത്മാവ് ഭഗവാന്റെ ധാമത്തിലേക്കും പോകും. അപ്പൊ അതേവരെ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് വരെ പരമാത്മാവ് നമ്മളോടൊപ്പം നമ്മളെ ആ ജീവാത്മാവിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം പരമാത്മാവും നമ്മളുടെ ശരീരത്തിൽ കുടികൊള്ളുന്നു എന്ന് വെച്ചിട്ട് നമ്മളും ഭഗവാനും ഒന്നല്ല, ആത്മാവും പരമാത്മാവും ഒന്നല്ല. ഇനി നമുക്ക് അടുത്ത ശ്ലോകം. ഇത് നമുക്ക് സുപരിചിതമാണ്, 11-ാമത്തേത്. വദന്തി തത്വവിതസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ യതി ശബ്ദതേ. അപ്പൊ ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ ബ്രഹ്മം എന്ത്, പരമാത്മാവ് എന്ത്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമുക്കറിയാവുന്നതാണ്. കൊണ്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. അതായത് വ്രജരാജപുത്രനായ ശ്രീകൃഷ്ണനാണ് പരമനിരപേക്ഷ സത്യമെന്ന് ഭഗവത് ഭക്തന്മാർക്ക് അറിയാം. അവർ ശ്രീകൃഷ്ണന്റെ നാമരൂപ ഗുണലീലകൾ വ്യത്യസ്തമായിട്ട് അവര് കാണുന്നില്ല. ഭഗവാന്റെ നാമം, രൂപം, ഗുണം, ലീലകൾ ഇവകളെ ഭഗവാനിൽ നിന്ന് തന്നെ വേർതിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവന് ആ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ഇല്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ളവരെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മായയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഈ ബ്രഹ്മം എന്ന് പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ പോകുന്നവർക്ക് ഭഗവാനെ കുറിച്ച് അറിവില്ല എന്ന് മനസ്സിലാക്കണം. അവരെന്താണ് കരുതുന്നത്? ആ ബ്രഹ്മമാണ് ഭഗവാൻ എന്ന്. പരമാത്മാവിന്റെ പിന്നാലെ, അതായത് ജ്ഞാനികള് ബ്രഹ്മത്തിന്റെ പിന്നാലെ പോകും. അഷ്ടാംഗയോഗം പോലുള്ള പാതകൾ പിന്തുടരുന്നവര് പരമാത്മാവിനെ ആണ് അവരെ ആരാധിക്കുന്നത്. പക്ഷെ ആ പരമാത്മാവും ജീവാത്മാവും ഒന്നാണോ? അല്ല. അപ്പം ഏറ്റവും അവരെന്താണ് പറയുന്നത്? മരണശേഷം ഞാനും നാരായണൻ, നീയും നാരായണൻ, അതായത് പരമാത്മാവും ആ ജീവാത്മാവും ഒന്നാകും എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. അതൊരിക്കലും സംഭവിക്കില്ല. അപ്പം ഇതില് ശ്രേഷ്ഠരാരാണ്? ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ യതി ശബ്ദത എന്ന് പറയുമ്പോൾ ഭക്തരാണ് ശ്രേഷ്ഠർ. കാരണം എന്താണ്? ഭക്തർക്കറിയാം അവര് എന്തിനേയും അവര് ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അവര് എന്തും ഏതും കണക്കാക്കുന്നത്. അവർക്കറിയാം ഭഗവാനാണ് ശ്രേഷ്ഠൻ, ഭഗവാനാണ് പരിപൂർണൻ. ആ ഭഗവാന്റെ പ്രഭാപൂരമാണ് ബ്രഹ്മം.
ആ ഭഗവാന്റെ ഭാഗിക വിസ്തരണമാണ് പരമാത്മാവ് എന്ന്. ഇനിയും 12ാമത്തെ ശ്ലോകം. താൻഹാര അംഗേര ശുദ്ധ കിരണ മണ്ഡല ഉപനിഷത് കഹേ താൻഡ്രേ ബ്രഹ്മ സുനിർമ്മല. അപ്പം അതീന്ദ്രിയം എന്ന ഉപനിഷത്തുകൾ വിളിക്കുന്നു നിരാകാര ബ്രഹ്മം ആ പരമപുരുഷന്റെ തേജോമയമായ പ്രഭാപൂര മണ്ഡലമാണ്. വീണ്ടും വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. അപ്പം ഈ ഭൗതിക ലോകത്തിലും ആധ്യാത്മിക ലോകത്തിലും സർവവ്യാപിയായിട്ട് വ്യാപിച്ചിരിക്കുന്നത് എന്താണ്? ഭഗവാന്റെ ശരീരത്തിലെ പ്രഭാപൂരമാണ്. ആ പ്രഭാപൂരമാണ് ഈ ഭൗതിക ലോകത്തിൽ പ്രകാശമായിട്ട് കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി 13ാമത്തെ ശ്ലോകം. ചർമ്മചക്ഷേ ദേഖേ ഐചേ സൂര്യ നിർവിശേഷ ജ്ഞാനമാർഗലൈതേനാരേ കൃഷ്ണേര വിശേഷ. ഹരേ കൃഷ്ണ. ആരെങ്കിലും വായിക്കും. 13. 13 പ്രഭു. 13. 2:13. ഹരേ കൃഷ്ണ മാതാജി വായിക്കട്ടെ. വായിച്ചു. ചർമ്മചക്ഷേ ദേഖേ യച്ഛൈ സൂര്യ നിർവിശേഷ ജ്ഞാനമാർഗേ ലയിതേ നാരേ കൃഷ്ണേര വിശേഷ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അപ്പം വിവർത്തനം നഗ്നനേത്രങ്ങളാൽ സൂര്യനെ ഒരു ജ്വലിക്കുന്ന വസ്തുവായി അല്ലാതെ അറിയാൻ കഴിയാത്തതുപോലെ കേവലം തത്വശാസ്ത്രപരമായ അനുമാനത്താൽ കൃഷ്ണന്റെ അതീന്ദ്രിയ വൈവിധ്യങ്ങൾ അറിയാൻ കഴിയില്ല. നമ്മൾ സൂര്യനെ നോക്കിയാൽ എങ്ങനെയാ കാണുക? കത്തിജ്വലിക്കുന്ന ഒരു ഗോളം. അത് കൂടാതെ വേറെ ഒന്നും നമുക്കറിയില്ല സൂര്യനെ കുറിച്ചിട്ട്, ഇല്ലേ? അതുപോലെ നമുക്ക് മാനസികമായിട്ടുള്ള ഊഹാപോഹങ്ങൾ കൊണ്ട് ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. എപ്രകാരമാണ് സൂര്യനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്, അതുപോലെ ഭഗവാനെയും പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കില്ല. ഇനി അടുത്ത ശ്ലോകം എന്ന് പറയുന്നത് ബ്രഹ്മസംഹിതയിലെയാണ്. 14. യസ്യ പ്രഭാ പ്രഭവതോ ജഗദണ്ഡ കോടി കോടിശ്വശേഷ വസുധാതി വിഭൂതി ഭിന്നം തദ്ബ്രഹ്മ നിഷ്കലമനന്തമശേഷഭൂതം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. കൃഷ്ണ വായിക്കട്ടെ. വായിച്ചു. ഓം നമഃ. യസ്യ പ്രഭാ പ്രഭവതോ ജഗദണ്ഡകോടി കോടീശേഷ വസുധാതി വിഭൂതി ഭിന്നം തദ്ബ്രഹ്മ നിഷ്കലം അനന്തമശേഷഭൂതം ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി. കൃഷ്ണ. ഹരേ കൃഷ്ണ. യസ്യ പ്രഭാ പ്രഭവതോ ജഗദണ്ഡകോടി കോടീശേഷ വസുധാതി വിഭൂതി ഭിന്നം തദ്ബ്രഹ്മ നിഷ്കലം അനന്തം അശേഷഭൂതം ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഇവിടെ ബ്രഹ്മാവ് പറയുന്നത് എന്താണ്? ആരുടെ സ്വകീയമായ ഉജ്ജ്വല പ്രഭാപൂരത്താൽ അനന്തമായ ബ്രഹ്മജ്യോതി ആവിഷ്കൃതമാകുന്നുവോ ആദിപുരുഷനായ ആ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. ആ ബ്രഹ്മജ്യോതിസിൽ അസംഖ്യം പ്രപഞ്ചങ്ങളുണ്ട്. അവയിൽ ഓരോന്നും വിവിധ ഐശ്വര്യങ്ങളോട് കൂടിയ അസംഖ്യം ഗ്രഹങ്ങൾ ഉൾക്കൊണ്ടതുമാകുന്നു. അപ്പൊ ഇത് ബ്രഹ്മസംഹിതയിലെ 5:40 ശ്ലോകമാണ് ഇത്. അപ്പൊ ബ്രഹ്മാവും പറയുന്നുണ്ട് ഇത് ആദിപുരുഷനായ ഗോവിന്ദന്റെ ശരീരത്തിലെ പ്രഭാപൂരമാണ് ബ്രഹ്മം എന്ന് പറയുന്നത് എന്ന്. ആ ആദിപുരുഷനെയാണ് ബ്രഹ്മാവും പ്രണമിക്കുന്നത്. അപ്പം ആ ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത് വെറും പ്രകാശം മാത്രമല്ല, അവിടെ എന്തുണ്ട്? കോടിക്കണക്കിന് ഗ്രഹങ്ങൾ അവിടെയുണ്ട് എന്നാണ് ബ്രഹ്മാവ് പറയുന്നത്. ആ ഗ്രഹങ്ങളൊക്കെ എങ്ങനെ വരുന്നതാണ്? ജ്ഞാനപൂർണവും അനന്തവുമായ അദ്വിതീയ ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ആ ഗ്രഹങ്ങളെല്ലാം തന്നെ. പക്ഷെ ആ ബ്രഹ്മജ്യോതിസിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഗോവിന്ദന്റെ ദിവ്യ വപുസാണ്, ഭഗവാന്റെ ശരീരം തന്നെയാണ് എന്ന് ബ്രഹ്മാവും ഇവിടെ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇനി അടുത്തത് കോടി കോടി ബ്രഹ്മാണ്ടേ ബ്രഹ്മേര വിഭൂതി സേയി ബ്രഹ്മ ഗോവിന്ദേര ഹയ അംഗകാന്തി.
ഹരേ കൃഷ്ണ. വായിച്ചോളൂ ആരെങ്കിലും. ഓം നമോ ഭഗവതേ മാതാജി പ്രണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വായിച്ചോളൂ. കോടി കോടി ബ്രഹ്മാണ്ടേ ഭയ ബ്രഹ്മേ വിഭൂതി സെയി ബ്രഹ്മ ഗോവിന്ദേ രഹായ അംഗകാന്തി. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കോടി കോടി ബ്രഹ്മാണ്ടേ ബ്രഹ്മരെ വിഭൂതി സൈ ബ്രഹ്മ ഗോവിന്ദരെ ഹൈ അംഗകാന്തി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വിവർത്തനം. ബ്രഹ്മാവ് പറഞ്ഞു, നിരാകാര ബ്രഹ്മജ്യോതിയുടെ വൈഭവം കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളിലെ ഉടനീളം വ്യാപിച്ചിരിക്കുന്നു. ആ ബ്രഹ്മം ഗോവിന്ദന്റെ ശരീര തേജസ് അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പൊ ബ്രഹ്മാവും ഉറപ്പിച്ച് പറയുകയാണ്, ആ ബ്രഹ്മജ്യോതി, ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശരീരത്തിലെ പ്രഭാപൂരം മാത്രമാണ് എന്ന്. ഇനി അടുത്ത ശ്ലോകം 16. സെയ് ഗോവിന്ദ ഭജി ആമി ദേഹോന്മോരപതി താൻഹാര പ്രസാദേ മോരഹയ സൃഷ്ടി ശക്തി. ശ്രീകൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഞാൻ തന്നെ ഹരേ കൃഷ്ണ. ചോദിക്കുന്നു. വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. സെയ് ഗോവിന്ദ ഭജി ആമി തേഹോൻ മോരാപതി താൻഹാര പ്രസാദേ മോരാഹായ സൃഷ്ടി ശക്തി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗോവിന്ദ ഭജയാമി തേഹോന്മോരപതി താൻഹാര പ്രസാദേ മോരഹയ സൃഷ്ടി ശക്തി. ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണ. വിവർത്തനം. എന്റെ നാഥനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. അവിടുത്തെ കാരുണ്യത്താൽ മാത്രമാണ് ഞാൻ ലോക സൃഷ്ടിക്കായി ഭാരമേൽപ്പിക്കപ്പെട്ടത്. അപ്പൊ ബ്രഹ്മാവ് എന്ന് പറയുന്നത് സെക്കൻഡറി ക്രിയേറ്റർ ആണ്, ഇല്ലേ? ദ്വിതീയ സൃഷ്ടികർത്താവാണ്. പ്രൈമറി ക്രിയേറ്റർ ആരാണ്? ഭഗവാൻ തന്നെയാണ്, ഇല്ലേ? പ്രഥമ സൃഷ്ടികർത്താവ്. അപ്പൊ ഇവിടെ ബ്രഹ്മാവ് ഗോവിന്ദനെ തന്നെയാണ് ഭജിക്കുന്നത്. ആ ഗോവിന്ദന്റെ കാരുണ്യം കൊണ്ടാണ് ബ്രഹ്മാവിന് സൃഷ്ടി നടത്താനുള്ള കഴിവ് കിട്ടിയത്. അപ്പം സൂര്യൻ വളരെ ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത്, ഇല്ലേ? ആ സൂര്യന്റെ രശ്മികൾ എല്ലായിടത്തും എത്തുന്നുണ്ട്. നമ്മുടെ ഭൂമിയിൽ എല്ലായിടത്തും സൂര്യപ്രകാശം എത്തുന്നുണ്ട്. അതുപോലെ ഗോലോകധാമത്തിൽ വാണരുളുന്ന ആ ഗോവിന്ദന്റെ ശരീരത്തിലെ പ്രഭാപൂരം ആധ്യാത്മിക ലോകത്തിൽ മാത്രമല്ല ഈ ഭൗതിക ലോകത്തിലും എത്തുന്നുണ്ട്, ഇല്ലേ? അപ്പം സൂര്യന്റെ തന്റെ ചൂടും വെളിച്ചവും എല്ലായിടത്തും വ്യാപിപ്പിക്കുന്നുണ്ട്, പരത്തുന്നുണ്ട്. അതുപോലെ ഗോവിന്ദൻ എന്താ ചെയ്യുന്നത്? തന്റെ ശരീരത്തിലെ പ്രഭാപൂരം ആധ്യാത്മിക ലോകത്തിലും ഭൗതിക ലോകത്തിലും ഉടനീളം പ്രസരിപ്പിക്കുന്നുണ്ട്. ആ സൂര്യനിൽ നിന്ന് വേറെയല്ല, വ്യത്യസ്തമല്ല സൂര്യന്റെ താപം അല്ലെങ്കിൽ ചൂടും വെളിച്ചവും. അതുപോലെ ഭഗവാന്റെ ശരീരത്തിലെ ആ തേജസ്സും ഭഗവാന്റെ അനന്തമായിട്ടുള്ള ശക്തികളും തമ്മില് വ്യത്യാസമില്ല. അതുകൊണ്ട് സർവവ്യാപിയായിട്ടുള്ള ബ്രഹ്മം എന്ന് പറയുന്നത് ആരാണ്? ഭഗവാനായിട്ടുള്ള ഗോവിന്ദനാണ് എന്ന് ഇവിടെ ബ്രഹ്മാവ് വീണ്ടും പറയുകയാണ്. അപ്പൊ വ്യക്തിശൂന്യ ബ്രഹ്മം ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് 14:27 പറയുന്നുണ്ട്. അതായത് ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം അമൃതസ്യ അവ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസൈകാന്തികസ്യ ച. അമൃതവും അക്ഷയവും ശാശ്വതവും ആത്യന്തിക സുഖത്തിന്റെ മൂലസ്ഥാനവുമായ വ്യക്തിശൂന്യ ബ്രഹ്മത്തിന്റെ അടിസ്ഥാനം ഭഗവാൻ തന്നെയാണ് എന്നിവിടെ പറയുന്നുണ്ട് 4:27. പിന്നെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, അധമമായ ഭൗതിക പ്രകൃതിയിൽ ഭഗവാൻ ഉത്തമ പ്രകൃതി ആരാണ്? നമ്മൾ ജീവാത്മാക്കൾ, അല്ലേ? ആ ജീവാത്മാക്കളെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഭൗതിക പ്രകൃതിക്കുള്ള ആധ്യാത്മിക സമ്പർക്കം എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഭൗതിക പ്രകൃതിക്ക് അധീനരാണ് നമ്മൾ, അല്ലേ? അപ്പം നമ്മള് ആധ്യാത്മികത നമ്മളുടെ ഉള്ളില് വളർത്താൻ തുടങ്ങുമ്പോൾ ആ ഭൗതിക അസ്തിത്വത്തിന്റെ അവസ്ഥയിൽ നിന്ന് നമ്മൾ സ്വയം, അതായത് മായയിൽ നിന്ന് നമ്മൾ സ്വയം ഉയരുകയാണ് ചെയ്യുന്നത്.
ഉയർന്നിട്ട് നമ്മൾ ക്രമേണ ബ്രഹ്മൻ എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് എത്തുന്നു. അപ്പൊ ആത്മസാക്ഷാത്കാരത്തിന്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ് ഏത്? ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ ഇല്ല, ഭഗവാൻ അരൂപിയാണ്, രൂപമില്ല എന്ന് ധരിക്കുന്നവരെ ഈ ബ്രഹ്മത്തിൽ അവിടെ നിൽക്കും. അതേസമയം എല്ലാവരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യമാണ് ഭഗവാൻ എന്ന് ധരിക്കുന്നവര് ആ ബ്രഹ്മൻ റിയലൈസേഷൻ വിട്ടിട്ട് പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കും. അതാണ് നമ്മൾ ഇനിയുള്ള ശ്ലോകങ്ങളിൽ കൂടി മനസ്സിലാക്കുന്നത്. പക്ഷെ ബ്രഹ്മവും പരമാത്മാവിനെ സാക്ഷാത്കരിച്ചാൽ അത് പരിപൂർണ സാക്ഷാത്കാരം ആകുന്നില്ല. അത് ഭാഗികമായിട്ടുള്ള സാക്ഷാത്കാരമാണ്. അപ്പൊ പരിപൂർണ സാക്ഷാത്കാരം വേണമെങ്കിൽ നമ്മൾ ആരെ ആശ്രയിക്കണം? അവിടെ നിന്ന് വീണ്ടും ഉയരണം. അതായത് ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ കടക്കണം. അതാണ് 17ാമത്തെ ശ്ലോകത്തില് പറയുന്നത്. മുനയോ വാതവാസന ശ്രമണ ഊർധ്വമന്തിനഃ ബ്രഹ്മാഖ്യം ധാമതേ യാന്തി ശാന്താ സന്യാസിനോ അമലാം. ഹരേ കൃഷ്ണ. വായിക്കുമാരെങ്കിലും? മാതാജി. ഓം ഹരേ നമോ കൃഷ്ണ. വാസുദേവായ. ഭൂതായോ വാദവാസന ശ്രമണ ഊർധ്വാമധിനഃ ബ്രഹ്മാല്യം യാമധേ യാന്തി ശാന്താ സന്യാസിനോ അമലാഃ. തേഷാം ഹരേ ഓം നമോ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉദയോ വാദവാസന ശ്രമണ ഊർധ്വ അസ്തിന ബ്രഹ്മാല്യം ബ്രഹ്മാഖ്യം ദാമഹ്ദേ യാന്തി ശാന്ത സന്യാസിനോ അമലഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം. കഠിനമായ കായിക തപശ്ചര്യകളിലൂടെ രേതസ്സിനെ മസ്തിഷ്കത്തിലേക്ക് ഉയർത്താൻ കഴിയുന്നവരും ബ്രഹ്മത്തിൽ പൂർണ്ണ സമചിത്തരുമായ ദിഗംബര സാധുക്കൾക്കും സന്യാസി വര്യന്മാർക്കും ബ്രഹ്മലോകവാസം സാധ്യമാകുന്നു. ഇത് ശ്രീമദ് ഭാഗവതത്തിലെ ഒരു ശ്ലോകമാണ്. അപ്പൊ സന്യാസിമാര്, നമുക്കറിയാം നാഗാ സന്യാസിമാര് പല വിഭാഗങ്ങളുണ്ട് അല്ലെ? നാഗാ സന്യാസിമാര് അവര് ഹിമാലയത്തിലെ കൊടും തണുപ്പിലും അതുപോലെ കൊടും ചൂടിലും ഒരു വസ്ത്രങ്ങൾ പോലും ധരിക്കാതെയാണ് അവിടെ കഴിച്ചു കൂട്ടുന്നത്. തണുപ്പ് അകറ്റാനായിട്ട് അവര് വിറക് കൂട്ടി തീ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ആ കൊടും തണുപ്പിലെ ഗംഗയിൽ ഇറങ്ങി അവര് സ്നാനം ചെയ്യുകയും ചെയ്യും. അത്രയ്ക്ക് കഠിനമായിട്ടുള്ള തപശ്ചര്യകളാണ് അവര് അനുഷ്ഠിക്കുന്നത്. അതുപോലെ തന്നെ അവര് നൈഷ്ഠിക ബ്രഹ്മചാരികളാണ്. അവര് ബ്രഹ്മചര്യം വളരെ കർക്കശമായിട്ട് അവര് പുലർത്തി പോരുന്നു. പക്ഷെ എന്നിട്ടും അവര്, ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു ശ്ലോകമാണ്, ഇത്രയധികം തപശ്ചര്യകൾ അവരെ അനുഷ്ഠിച്ചിട്ടും അവരെത്തുന്നത് എവിടെയാണ്? പരമാത്മാവിലാണ്. എന്തുകൊണ്ടാണ്? അവര് ആ ഭഗവാനെ, ഈ ബ്രഹ്മവും പരമാത്മാവും കഴിഞ്ഞിട്ട് ഭഗവാൻ ഉണ്ട് എന്നവർക്ക് അറിവില്ല. അതുകൊണ്ടാണ് ഇവർ ഇത്രയധികം ഓസ്ട്രിറ്റി തപശ്ചര്യകൾ ചെയ്തിട്ടും അവര് പരമാത്മാവിലെ എത്തുന്നുള്ളൂ. ഭഗവാനിലേക്ക് അവരെത്തുന്നില്ല. ഭഗവാന്റെ ധാമത്തിൽ അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. അപ്പം നോക്കി എത്ര മണ്ടത്തരമാണ് അവർ ചെയ്യുന്നത്. ഈ തപശ്ചര്യകളൊക്കെ ഭഗവാന് വേണ്ടി അവർ അനുഷ്ഠിച്ചിരുന്നെങ്കിലോ അവർക്ക് നിഷ്പ്രയാസം ഈ ജന്മം ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരാന് കഴിയുമായിരുന്നു. കാരണം എന്താണ്? ഇങ്ങനെയുള്ളവര് അവരാ നിഷ്ഠയോടെ ബ്രഹ്മചര്യം പാലിക്കുന്നതുകൊണ്ട് അവർ അങ്ങേയറ്റം കൂർമ്മ ബുദ്ധി ഉള്ളവരാണ്. ഓർമ്മശക്തിയുമുണ്ട്. നമ്മളെ പോലൊന്നുമല്ല. കാരണം നമ്മളൊക്കെ ഇന്ദ്രിയ വിഷയങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ്. അവരങ്ങനെയല്ല. അവർക്ക് അസാധാരണമായിട്ടുള്ള ഓർമ്മശക്തിയും ബുദ്ധിശക്തിയുമാണ്. അപ്പൊ അവരത് ഭഗവാന് വേണ്ടി വിനിയോഗിച്ചിരുന്നെങ്കിലോ അവർക്ക് ഈ ജന്മം സഫലമാകുമായിരുന്നു, ഇല്ലേ? അപ്പൊ എന്തു മണ്ടത്തരമാണെന്ന് നോക്കും. ഇനി അടുത്ത ശ്ലോകം 18ാമത്തേത്. ആത്മാന്തര്യാമി യാന്ത്രേ യോഗശാസ്ത്രേ കയ സേഹ ഗോവിന്ദേര അംശ വിഭൂതിയേ ഹയ. ഹരേ കൃഷ്ണ. 18ാമത്തെ ശ്ലോകം. മാതാജി 18ാമത്തെ ശ്ലോകം എത്തിയിട്ടില്ല. അതാ ഞാനിപ്പോ പറഞ്ഞത്, 17ന്റെയാണ് പറഞ്ഞത്. നാഗസന്യാസിമാരുടെ കാര്യം പറഞ്ഞില്ലേ? അതിന് 17ാമത്തെ ഭാവാർത്ഥത്തിൽ നിന്നാണ് ഞാനത് പറഞ്ഞത്. മനസ്സിലായില്ല? അത് ഒന്നുകൂടി പറയാം. ഈ 17ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതം 11:6:47 നിന്ന് എടുത്തതാണ്.
ഈ സന്യാസിമാര് പരിവ്രാജകരെന്ന് പറയുന്നത് പല വിഭാഗങ്ങളുണ്ട്. ഈ നമ്മളോടൊപ്പം ഇവിടെ കഴിച്ചുകൂട്ടുന്നവരുണ്ട്. അവര് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയമായിട്ട് സാമൂഹികമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. പിന്നെ വൈഷ്ണവ സന്യാസിമാരുണ്ട്. വൈഷ്ണവ സന്യാസിമാര് അവര് ഭഗവാന്റെ കാര്യങ്ങളല്ലാതെ വേറൊന്നിലും അവരെ ഇടപെടില്ല. രാഷ്ട്രീയത്തിലില്ല, സാമൂഹികപരമായിട്ട് ഒന്നുമേ ചെയ്യില്ല. എല്ലാവരെയും നമ്മളെ പോലുള്ള ബദ്ധാത്മാക്കളെ എല്ലാം ഭഗവാനിലേക്ക് എത്തിക്കുക എന്നതാണ് വൈഷ്ണവ സന്യാസിമാര് ചെയ്യുന്നത്. പിന്നീട് ഒരു വിഭാഗമുണ്ട് നാഗ സന്യാസിമാര്. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റേതൊക്കെ നമുക്ക് അറിയാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനത് വിട്ടത്. നാഗ സന്യാസിമാര് നമ്മൾക്കറിയാം. ഈ എന്താ പറയുക, കുംഭമേളയുടെ സമയത്ത് ഇവരെല്ലാം കുംഭമേള പ്രയാഗരാജില് സ്നാനത്തിനായിട്ട് വരും ഇല്ലേ? അപ്പൊ അവര് വസ്ത്രമേ ധരിക്കില്ല. വസ്ത്രം ധരിക്കാതെയാണ് അവര് ഹിമാലയത്തിൽ കഴിച്ചു കൂട്ടുന്നത്. ഹിമാലയം എന്ന് പറയുന്നത് നമുക്കറിയാം കൊടും തണുപ്പാണ്. ചൂടാണെങ്കിൽ കൊടും ചൂടാണ്, അസഹ്യമാണ്. അപ്പൊ അവിടെ അങ്ങനെയുള്ള കാലാവസ്ഥയിൽ അവര് വസ്ത്രം പോലും ധരിക്കാതെ ആ കൊടും തണുപ്പിനെയും ചൂടിനെയും ഒക്കെ അതിജീവിച്ചവര് അവരുടെ ആ തപശ്ചര്യ കൊണ്ട് അവര് കഠിനമായിട്ടുള്ള തപശ്ചര്യയാണ് അനുഷ്ഠിക്കുന്നത്. കൊടും തണുപ്പിൽ അവരെ ഗംഗാനദിയിൽ കുളിക്കും. മരവിച്ചു പോകുന്ന തണുപ്പാണ്. പക്ഷെ അവര് സുഖമായിട്ട് ഗംഗാനദിയിൽ കുളിച്ച് എത്ര വേണമെങ്കിലും മുങ്ങി നിവരും. അവർക്ക് യാതൊരു കുഴപ്പവും വരില്ല. അത്രയ്ക്കാണ് അവരുടെ ആ സാധന എന്ന് പറയുന്നത്. ഇത്ര കഠിനമായിട്ടുള്ള സാധന എടുത്തിട്ടും അവരെത്തുന്നത് എവിടെയാണ്? പരമാത്മാവിലാണ് അവരെത്തിച്ചേരുന്നത്. ഭഗവാനിലേക്ക് അവരെത്തുന്നതേ ഇല്ല. ഭഗവാന്റെ ധാമത്തിൽ അവര് എത്തിച്ചേരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് വെറും ശ്രമമേവൈഹ്യ കേവലം എന്ന് ഗീതയിൽ പറയുന്നത് പോലെ ഇത് വെറും സമയം പാഴാക്കൽ മാത്രമാണ് എന്നവരറിയുന്നില്ല. കാരണം ഈ കഠിനമായിട്ടുള്ള തപശ്ചര്യകള് ഒന്നും കൂടാതെ ഭഗവാന് ഭക്തിയുടെ സേവനം ചെയ്ത് എവിടെ എത്താൻ സാധിക്കും? ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരാമെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ ഇത്രമാത്രം കഠിനമായിട്ടുള്ള തപശ്ചര്യകൾ അനുഷ്ഠിക്കാൻ തയ്യാറാകുന്നത്. അവർക്ക് അവരുടെ ആ സാധനയുടെ ആ ശക്തി കൊണ്ട് അവരുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ വളരെ കൂർമ്മമാണ്. നമ്മളെ പോലെയല്ല. നമ്മളൊക്കെ ബുദ്ധി കുറവാണ് നമുക്ക്. കാരണം നമ്മള് ഈ ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആ ഭൗതിക ലോകത്തിലെ ഭൗതികമായിട്ടുള്ള നമ്മളുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള ക്ലേശങ്ങളിൽ പെട്ട് ഉഴറുന്നത് കൊണ്ട് നമുക്ക് അത്ര ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒന്നുമില്ല. പക്ഷെ ഈ സന്യാസിമാരുടെ ബുദ്ധിശക്തി എന്ന് പറയുന്നത് അപാരമാണ്. അത് സാധന കൊണ്ട് അവർക്ക് കിട്ടുന്നതാണ്. അപ്പൊ അവര് ശരിയായ രീതിയിൽ അവർ സാധന ചെയ്തിരുന്നെങ്കിലും അവർക്ക് ഈ ജന്മം സഫലമാക്കി രക്ഷപ്പെടാമായിരുന്നു. അതാണ് ആ ഭാവാർത്ഥത്തിന്റെ ആശയം എന്ന് പറയുന്നത്. അവര് അവ്യക്തിഗത ബ്രഹ്മത്തിൽ ഒന്നുകിൽ അവര് ബ്രഹ്മജ്യോതി ലയിച്ചു ചേരും, അല്ലെങ്കിൽ പരമാത്മാ സാക്ഷാത്കാരം കിട്ടും. അവരുടെ സാധന അനുസരിച്ചിട്ടാണ് അത് കിട്ടുക. ഇനി 18ാമത്തെ ശ്ലോകം. ഇത് മനസ്സിലായല്ലോ ഇല്ലേ? ഹരേ കൃഷ്ണ. ഇനി ശ്ലോകം 18. ആത്മാന്തര്യാമി യാന്ത്രേ യോഗശാസ്ത്രേ കയാം സേഹ ഗോവിന്ദേര അംശ വിഭൂതിയെ ഹയാം. ഹരേ കൃഷ്ണ. കൃഷ്യം നമ. ആത്മാന്തര്യാമീയാൻഡ്രേ യോഗശാസ്ത്രേ കയാ സേഹേ ഗോവിന്ദേര അംശ വിഭൂതിയെ ഹയാ. ഹരേ കൃഷ്ണ. ആത്മാന്തര്യാമി യാൻമേ യോഗശാസ്ത്രേ ഗയ സേഹ ഗോവിന്ദരെ അംശ വിഭൂതി ഗയ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ മാതാജി. ആത്മാന്തര്യാമീയാന്റെ യോഗശാസ്ത്രേ ഹയാ സേഹ ഗോവിന്ദേ അംശ വിഭൂതിയെ ഹയാ. ഈ വിവർത്തനം. യോഗശാസ്ത്രങ്ങളിൽ അന്തര്യാമിയായ പരമാത്മാവ് അഥവാ ആത്മാ അന്തര്യാമി എന്ന് വിവരിക്കപ്പെടുന്നത് പരമപുരുഷനായ ഗോവിന്ദന്റെ വ്യക്തി വിസ്തരണത്തിന്റെ ഒരു പൂർണ്ണ അംശമാകുന്നു. അപ്പൊ പരമാത്മാവ് എന്ന് പറഞ്ഞാല് ഭഗവാന്റെ പൂർണ്ണ അംശമാണ്. അതായത് ഭഗവാന്റെ തന്നെ വിസ്തരണമായ ക്ഷീരോദശായി വിഷ്ണുവാണ് എല്ലാവരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തില് പരമാത്മ ചൈതന്യമായിട്ട് കുടികൊള്ളുന്നത്. അപ്പൊ നമുക്ക് അറിയാം, ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. പക്ഷെ ഭഗവാൻ പരിമിതനാണോ? അല്ല. അപ്പൊ നമുക്ക്
ഈ ഭൗതിക ലോകം നമുക്ക് ഇത്രേ ഉള്ളൂ, ഇതിന്റെ വിസ്തൃതി അല്ലെങ്കിൽ വിസ്തീർണം എന്ന് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താം. പക്ഷെ ഭഗവാനെ നമുക്ക് അളക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അപ്പൊ ഈ ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത് 24 മൂലകങ്ങൾ അടങ്ങിയതാണ്, ഇല്ലേ? ഈ സൃഷ്ടി എന്ന് പറയുന്നത് 24 മൂലകങ്ങൾ അടങ്ങിയതാണ്. അപ്പൊ അത് സാഖ്യ സിദ്ധാന്തം അനുസരിച്ചിട്ട് അവര് ഓരോന്നിനെ വിശകലനം ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഭൗതിക ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ആരാണ്? 3 പുരുഷാവതാരങ്ങളാണ്, ഇല്ലേ? കാരണോദശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു. ഇവര് 3 പേരുമാണ് ഈ ഭൗതിക ലോകത്തെ സൃഷ്ടിക്കുന്നത്. അപ്പോള് ഈ അങ്ങനെ വരുമ്പോൾ ഈ ഭൗതികതയിൽ നമ്മൾ ഒതുങ്ങി നിൽക്കാനേ പാടില്ല. കാരണം ഇതിന്റെ സൃഷ്ടാക്കൾ എന്ന് പറയുന്നത് ആധ്യാത്മിക ലോകത്തിലുള്ളവരാണ്. അപ്പൊ നമ്മൾ ജീവാത്മാക്കളും ഭഗവാന്റെ കണങ്ങളാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ ഭൗതികതയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മൾ ആധ്യാത്മികതയിലേക്ക് കടക്കാനാണ് ഓരോ ജീവാത്മാക്കളും പരിശ്രമിക്കേണ്ടത്. എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലെ പരമാത്മാവായിട്ട് കുടികൊള്ളുന്നതും ആരാണ്? ഭഗവാൻ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഭഗവാൻ നമ്മളോടൊപ്പം എപ്പോഴും എപ്പോഴും കൂടെയുണ്ട്. നമ്മൾ എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും അവിടെയൊക്കെ നമ്മളോടൊപ്പം വരുന്ന ഒരേ ഒരാള് പരമാത്മാവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ഈ ഭൗതികതയെല്ലാം വിട്ടിട്ട് നമ്മളുടെ ശ്രദ്ധ എങ്ങോട്ടേക്ക് വരണം? പരമാത്മാവിലേക്ക് വരണം. കാരണം നമ്മളുടെ ഉള്ളിലിരുന്ന് നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തന്ന് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് പരമാത്മാവാണ്. അതുകൊണ്ട് നമ്മളുടെ ശ്രദ്ധ എങ്ങോട്ടേക്ക് നമ്മൾ തിരിക്കണം? പരമാത്മാവിലേക്ക് തിരിക്കണം. ആ പരമാത്മാവിനെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? യോഗികള് യോഗ പ്രക്രിയയിലൂടെ മനസ്സിലാക്കാന് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, പരമാത്മാവുമായി ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ ഭൗതിക ദ്രവ്യങ്ങളുടെ സ്വാധീനത്തെ അതിജീവിക്കാൻ സാധിക്കും. അപ്പൊ യോഗ എന്ന് പറയുന്നത് അതിന് മാത്രമായിട്ടുള്ള ഒരു ഉപാധിയാണ്, അല്ലാണ്ട് പരമാത്മാ സാക്ഷാത്കാരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല. ആ വിവിധ തരത്തിലുള്ള യോഗകൾ ചെയ്ത് ആ 8 പടികളുണ്ടല്ലോ, സമാധി വരെയുള്ളത്, നിയമം, ആസനം, പ്രാണായാമം, ഇങ്ങനെ 8 പടികൾ, അതിലൂടെ എത്തി നമ്മള് ആ ഭൗതികതയിൽ നിന്ന് പുറത്ത് കടക്കണം. അതിനു വേണ്ടിയിട്ട് വേണം നമ്മൾ യോഗ ഉപയോഗിക്കാനായിട്ട്, യോഗ പരിശീലിക്കാനായിട്ട്. അപ്പം സൃഷ്ടിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരുവന് ഈ പരമാത്മാവ് ആരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സമഗ്ര ഭാഗമാണ് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ളവര് ആ പരമാത്മാവിൽ ഒതുങ്ങി നിൽക്കാതെ ആ പരമാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് കടക്കുമെന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. മനസ്സിലായോ ഇത്? ഹരേ കൃഷ്ണ. മനസ്സിലായി മാതാജി, മനസ്സിലായി. മനസ്സിലായി മാതാജി. ഹരേ കൃഷ്ണ. അടുത്തത് 19ാമത്തെ ശ്ലോകം. അനന്തസ്ഫടികേ ഐശേ ഏക സൂര്യഭാസേ തൈഛേ ജീവേ ഗോവിന്ദേര അംശ പ്രകാശേ. ഹരേ കൃഷ്ണ. വായിക്കുമായിരിക്കും. ഹരേ കൃഷ്ണ. വായിക്കട്ടെ മാതാജി. വായിച്ചോളൂ. അനന്തസ്ഫടികേയേക സൂര്യഭാസേ തൈഛേ ജീവേ ഗോവിന്ദേരാംശ പ്രകാശേ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ മാതാജി. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. അനന്ത സ്വടികേയൈഛേ ഏക സൂര്യഭാസേ തൈഛേ ജീവേ ഗോവിന്ദേര അംശ പ്രകാശേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വിവർത്തനം. ഒരേ സൂര്യൻ എണ്ണമറ്റ രത്നങ്ങളിൽ ബഹുധാ പ്രതിഫലിക്കുന്നതായി കാണപ്പെടുന്നത് പോലെ ഗോവിന്ദൻ സ്വയം പരമാത്മാവെന്ന നിലയിൽ എല്ലാ ജീവസത്തകളുടെയും ഉള്ളിൽ ആവിഷ്കൃതനാകുന്നു. ഇപ്പൊ നമ്മള് രത്നങ്ങള് ഇപ്പൊ നമ്മൾ വെയിലിൽ അല്ലെങ്കിൽ പ്രകാശത്തിൽ കാണിച്ചല്ല പ്രകാശം, അല്ലെ? ആ സൂര്യനെ നമുക്ക് ആ രത്നങ്ങളില് വെട്ടിത്തിളങ്ങുന്നതായിട്ട് പല സൂര്യൻ, ഒരു സൂര്യനല്ല പല സൂര്യന്മാരെ കാണാൻ സാധിക്കും. അതുപോലെ ആ ഗോവിന്ദൻ, ഗോലോകത്തിൽ വാണരുളുന്ന ഗോവിന്ദൻ തന്നെയാണ് ഈ എത്രയും ജീവജാലങ്ങളുണ്ട്, കോടിക്കണക്കിന് ജീവജാലങ്ങളുണ്ട്, ഇല്ലേ? ആ കോടിക്കണക്കിന് ജീവജാലങ്ങളുടെ ഉള്ളില് പരമാത്മ ചൈതന്യമായിട്ട് ഈ കോടിക്കണക്കിന് ഗോവിന്ദന്മാരാണ് കാണപ്പെടുന്നത് എന്നാണ് ഇവിടെ വിവർത്തനത്തില് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം സൂര്യൻ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, ഇല്ലേ? പല രാജ്യങ്ങളിലുള്ളവരും എല്ലാവരും തന്നെ ഈ സൃഷ്ടിയിലുള്ള എല്ലാവരും സൂര്യനെ ദർശിക്കുന്നുണ്ട്, ഇല്ലേ?
അതുപോലെ പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന് അദ്ദേഹത്തിന്റെ ധാമം, അവിടുത്തെ ധാമം ഏതാണ്? ഗോലോകം. ആ ഗോലോകധാമത്തിൽ വസിക്കുകയും ഒരേ സമയം ആ ഗോലോകധാമത്തിൽ വസിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പരമാത്മാവായിട്ട് എല്ലാവരുടെ ഹൃദയത്തിലും പ്രതിഫലിക്കുകയും ചെയ്യുന്നു. അപ്പൊ സൂര്യൻ എങ്ങനെയാണോ ഈ സൃഷ്ടിയിലെ ഈ ബ്രഹ്മാണ്ടത്തിലുള്ളവർ എവിടെ നിന്നും സൂര്യനെ കാണുന്നത് പോലെ തന്നെ എല്ലാവരുടെയും ഉള്ളില് ആ ഗോലോകധാമത്തിൽ വാണരുളുന്ന ഗോവിന്ദൻ പരമാത്മ രൂപത്തില് എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളില് പ്രതിഫലിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഭഗവത്ഗീതയിൽ നമ്മൾ കണ്ടതാണ് കഠോപനിഷത്തിലെ താരതമ്യം ഇല്ലേ? ഒരു വൃക്ഷത്തിന്റെ കൊമ്പില് 2 പക്ഷികൾ ഇരിക്കുന്നു. ഒന്ന് പരമാത്മാവും ഒന്ന് ജീവാത്മാവും. ജീവാത്മാവ് എന്ന പക്ഷി എന്താ ചെയ്യുന്നത്? ആ വൃക്ഷത്തിന്റെ ഫലങ്ങൾ കൊത്തി തിന്നുകയാണ്. എന്നുവെച്ചാല് പാപപുണ്യങ്ങൾ അനുഭവിച്ച് ഈ ഭൗതിക ലോകത്തിൽ കഴിച്ചു കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ പരമാത്മാവ് എന്ന പക്ഷി എന്താ ചെയ്യുന്നത്? ഈ ജീവാത്മാവിന്റെ പ്രവൃത്തികളെ നോക്കിയിരിക്കുകയാണ്. എന്താണ് ആ പരമാത്മാവെന്ന പക്ഷി ചിന്തിക്കുന്നത്? ഈ ജീവാത്മാവെന്ന പക്ഷി ഇതെല്ലാം വിട്ടിട്ട് എന്നിലേക്ക് എപ്പോഴാണ് വരിക? ആ ജീവാത്മാക്കളുടെ ബുദ്ധിയും ശ്രദ്ധയും ഒക്കെ എന്നിലേക്ക് എപ്പോഴാണ് വരിക? എന്നിട്ട് വേണം എനിക്ക് അവരെ രക്ഷിക്കാൻ. ഇതാണ് എല്ലാവരുടെയും ശരീരത്തിലിരുന്ന് പരമാത്മാവ് ചിന്തിക്കുന്നത്. ഇതാണ്, എപ്പോഴാണ് ഈ ജീവാത്മാവ് എന്നിലേക്ക് വരിക? എന്നിട്ട് വേണം എനിക്ക് ഈ ജീവാത്മാവിനെ രക്ഷിക്കാനായിട്ട്. പക്ഷെ നമ്മൾ ഇതൊന്നും ചിന്തിക്കാതെ ആലോചിക്കാതെ നമ്മളെ ഭൗതികതയാണ് ശ്രേഷ്ഠമെന്ന് കരുതി ഇവിടെ ഇങ്ങനെ അടിച്ചു പൊളിക്കാനാണ് നമ്മളുടെയൊക്കെ തീരുമാനം, ഇല്ലേ? അപ്പം ദുഃഖിക്കുന്നത് ആരാണ്? പരമാത്മാവാണ് ദുഃഖിക്കുന്നത്. കഷ്ടം എന്ന് പരമാത്മാവ് നമ്മളുടെ ഉള്ളിലിരുന്ന് പറയുകയാണ്. പക്ഷെ നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഭൗതികതയുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും നിർത്തുക. എന്നിട്ട് നമ്മൾ ആ എല്ലാ തരത്തിലുള്ള വാസനകൾ ഉപേക്ഷിച്ച് നമ്മളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെ സേവിക്കാന് നമ്മൾ തയ്യാറാവണം. അങ്ങനെ വരുമ്പോൾ പരമാത്മാവിന് നമ്മളെ പോലുള്ള ജീവാത്മാക്കളെ രക്ഷിക്കാന് നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരാനും ആ പരമാത്മാവിന് സാധിക്കും. അതായത് അപ്പോൾ ആ ജീവാത്മാവ് എവിടെ എത്തിച്ചേരും? സർവോപാധി വിമുക്തനാകുകയും സർവോപാധി വിനിർമുക്ത തത്പരത്വേന നിർമ്മലം എന്ന് രൂപഗോസ്വാമി പറയുന്നുണ്ട്. അതായത് എല്ലാ തരത്തിലുള്ള ഉപാധികളിൽ നിന്നും, അതായത് ഭൗതികതയ്ക്ക് അപ്പുറം കടക്കാൻ സാധിക്കുകയും ആ ജീവാത്മാവ് വൈകുണ്ഠം, അതായത് ഭഗവത് സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത, വിശുദ്ധ സത്വത്തിന്റെ ആ തലത്തിൽ ആ ജീവാത്മാവ് എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെ ഭഗവാന്റെ ധാമത്തിൽ പ്രവേശിക്കാൻ ആ ജീവാത്മാവിന് അവസരം കിട്ടുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും പരമാത്മാവ് നമ്മളുടെ ഉള്ളിൽ കുടികൊള്ളുകയാണ് ചെയ്യുന്നത്. പക്ഷേ പരമാത്മാവ് നമ്മളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ടോ? അടുത്ത പാരഗ്രാഫിൽ നോക്കും. പരമാത്മാവാണോ നമ്മളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതല്ല, ഭഗവാനാണ്. എന്തുകൊണ്ടാണ് ഭഗവാൻ എന്തുകൊണ്ടാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കേണ്ടി വരുന്നത്? അതായത് പോയ ജന്മങ്ങളിലെ നമ്മളുടെ പൂർത്തീകരിക്കാതെ കിടന്ന ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കൊരു ശരീരം തന്ന് ഇങ്ങോട്ടേക്ക് വിട്ടത്. അത് ഭഗവാനാണ് നമ്മളെ അയച്ചത്. ഭൗതിക പ്രകൃതിയാണ് അല്ലെങ്കിൽ മായയാണ് നമുക്ക് ശരീരം തന്നത്. പരമാത്മാവല്ല. പരമാത്മാവ് നമ്മളുടെ ഉള്ളിൽ കുടികൊള്ളുന്നു എന്ന് വെച്ചിട്ട് പരമാത്മാവല്ല നമുക്ക് ശരീരം തരുന്നതും നമ്മളെ ഇങ്ങോട്ടേക്ക് അയക്കുന്നതും. അത് ഭഗവാനാണ്. മായയുടെ സഹായം കൊണ്ട് ജീവാത്മാക്കൾക്ക് അവരുടെ വാസനകൾക്കനുസരിച്ചിട്ടുള്ള ശരീരം കിട്ടി ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്, ഇവിടെ ജനിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ പരമാത്മാവ് നമ്മളുടെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മളെ തിരുത്തുകയാണ് ചെയ്യുന്നത്. നീ പോകുന്ന വഴി തെറ്റാണ്, ഇതാണ് ശരിയായിട്ടുള്ള മാർഗം, ഭഗവാനിലേക്കുള്ള വഴിയാണ് ശരി, നീ ഇതിലേക്ക് വരൂ എന്ന് പറഞ്ഞ് നമ്മളുടെ ഉള്ളിലിരുന്ന പരമാത്മാവ് നമ്മളെ തിരുത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് അനുസരിക്കാൻ തയ്യാറാവുന്നില്ല. എപ്പോഴെങ്കിലും നമ്മളുടെ ഉള്ളിലിരുന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ പോകുന്ന വഴി ശരിയായിരിക്കും. അതല്ല, അതിനെ ധിക്കരിച്ച് നമ്മൾ മുന്നോട്ട് പോയാലോ നമ്മൾ ചെന്നുപെടുന്നതൊക്കെ അബദ്ധത്തിലാവും. അപ്പൊ വ്യക്തിഗത ആത്മാവ്, നമ്മളെ പോലുള്ള ജീവാത്മാക്കള് പരമാത്മാവിനെ കുറിച്ച് ബോധവാനാകണം. നമ്മളും പരമാത്മാവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ആ പരമാത്മാവിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിച്ചുവിട്ടാല് നമ്മള് ഭൗതിക ആസ്വാദനത്തിന്റെ കുരുക്കുകളിൽ നിന്ന് മുക്തനാവാന് നമുക്ക് സാധിക്കും. ഇപ്പം ക്രിസ്ത്യൻസ് ഒക്കെ പറയുന്നുണ്ട്,
അവരെ മുജ്ജന്മമൊക്കെ വെറുതെയാണ്, മുജ്ജന്മത്തിലെ ഫലങ്ങളൊന്നും അനുഭവിക്കില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന്. അവരെന്താ ചെയ്യുക? എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി കുമ്പസാരിക്കും, ഇല്ലേ? എന്നിട്ട് ആ തിങ്കളാഴ്ച മുതൽ വീണ്ടും അവര് തെറ്റുകൾ ചെയ്യും. എന്നിട്ട് വീണ്ടും പള്ളിയിൽ ചെന്ന് അച്ഛന്റെ മുന്നില് കുമ്പസാരിക്കും. അതോടെ എല്ലാ പാപങ്ങളും തീരുമെന്നാണ് അവരുടെ വിശ്വാസം. പക്ഷേ ആ നമ്മൾ തെറ്റുകൾ ചെയ്തത് കൊണ്ടാണ്, മുജ്ജന്മങ്ങളിൽ ചെയ്ത ആ പാപത്തിന്റെ ഫലം കൊണ്ടാണ് ഇവിടെയൊക്കെ പാപം മാത്രമല്ല പുണ്യവും ഉണ്ട്. അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഈ ഭൗതിക ലോകത്തിലേക്ക് വരുന്നതെന്ന് അവര് വിശ്വസിക്കുന്നില്ല. പക്ഷേ സത്യം അതാണ്. നമ്മള് ചെയ്യുന്ന പുണ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് നന്മകൾ വരികയും പാപത്തിന്റെ ഫലം നമുക്ക് അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. അപ്പം ഈ നമ്മളുടെ പോയ ജന്മങ്ങളിലെ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് അതിനൊക്കെ സാക്ഷി ആരാണ്? പരമാത്മാവാണ്, ഇല്ലേ? നമുക്കറിയില്ല കഴിഞ്ഞ ജന്മം നമ്മൾ ആരായിരുന്നു, നമുക്കറിയില്ല. അർജുനൻ പറയുന്നുണ്ട് ഭഗവാനോട്, അല്ലേ? എനിക്കറിയില്ല. ഭഗവാൻ പറയുന്നുണ്ട് എല്ലാ ജന്മങ്ങളിലും ഞാനും നീയും ഉണ്ടായിരുന്നു, പക്ഷെ നിനക്കതൊന്നും ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയുണ്ട് എന്ന്. എന്തുകൊണ്ടാണ് അർജുനൻ ഓർമ്മയില്ലാതെ വന്നത്? അർജുനൻ കുറെ ജന്മങ്ങൾ എടുക്കേണ്ടി വന്നു. ഓരോ ജന്മങ്ങളിലും ഓരോ ശരീരമാണ് കിട്ടിയത്, ഒരേ ശരീരമല്ല കിട്ടിയത്, വ്യത്യസ്ത ശരീരങ്ങളാണ് കിട്ടിയത്. പക്ഷെ ഭഗവാനോ അജനാണ്. ഭഗവാന് നമ്മളെ പോലെ ജന്മം എടുക്കേണ്ടി വരുന്നില്ല. ഭഗവാൻ സാക്ഷിയായിട്ട് നിലകൊള്ളുകയാണ് ചെയ്യുന്നത്, ആദിപുരുഷനാണ്. അപ്പൊ ഓരോ ജീവാത്മാക്കളും എത്ര ജന്മങ്ങൾ എടുത്തു എന്നും ആ ജന്മങ്ങളിലൊക്കെ ആരായിരുന്നു എന്നും നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് എന്നും ആർക്കറിയാം? നമ്മളുടെ അച്ഛനായിട്ടുള്ള ഭഗവാനറിയാം. അപ്പൊ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ എന്തൊക്കെ കുറുമ്പുകൾ കാട്ടിയിട്ടുണ്ടെങ്കിലും ആർക്കറിയാം? നമ്മളുടെ അച്ഛനമ്മമാർക്കറിയാം, ഇല്ലേ? അതുപോലെയാണ് നമ്മൾ എത്ര ജന്മങ്ങളിൽ ഏതൊക്കെ ശരീരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, ആ ശരീരത്തിലിരുന്ന് നമ്മൾ ചെയ്ത പ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആർക്കേ അറിയൂ? നമ്മൾ പറയില്ലേ ഭഗവാന് മാത്രമേ അറിയൂ എന്ന്. ശരിയാണ്, ഭഗവാന് മാത്രമേ അറിയൂ, വേറെ ആർക്കും അറിയില്ല നമ്മൾ ആരായിരുന്നു എന്നും എന്തായിരുന്നു എന്നും എങ്ങനെയുള്ളവരായിരുന്നു എന്നും ഒക്കെ നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല. അറിയുന്ന ഒരാളേ ഉള്ളൂ, ഭഗവാന്. അപ്പം ആ പരമാത്മാവിനും അറിയാം. അതുകൊണ്ടാണ് നമ്മളുടെ ശ്രദ്ധ നമ്മളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ പരമാത്മാവിലേക്ക് കേന്ദ്രീകരിക്കണമെന്ന് പറയുന്നത്. അപ്പം എപ്പോഴും നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ വെൽവിഷറായിട്ട്, സുഹൃത്തം സർവഭൂതാന, നമ്മളുടെ സുഹൃത്തായിട്ട് വരുന്നത് പരമാത്മാവ് മാത്രമാണ്. ഈ ഭൗതികതയിലുള്ള നമ്മളുടെ ഭർത്താവോ ബന്ധുക്കളോ മക്കളോ ഇതൊന്നും നമ്മളോടൊപ്പം വരില്ല. വരുന്നത് പരമാത്മാവ് മാത്രമാണ്. അപ്പൊ നമ്മളുടെ ശ്രദ്ധ പരമാത്മാവിലേക്ക് തിരിച്ച പരമാത്മാവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ വളരെ എളുപ്പമാണ്. പരമാത്മാവ് എല്ലായ്പ്പോഴും ജീവാത്മാക്കളുടെ കൂടെ ഉള്ളതിനാൽ വ്യത്യസ്ത ശരീരങ്ങളിലൂടെയുള്ള അവന്റെ പരിണാമങ്ങൾ കൂട്ടാക്കാതെ അവന്റെ എല്ലാ പ്രവൃത്തികളും ഓർമ്മിക്കും. പരമാത്മാവിന് അറിയാം നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടെന്നുള്ളത്. അപ്പം നമ്മൾ ഭഗവാനിലേക്ക് തിരിച്ച് ഭഗവാന് ഭക്തിയുടെ സേവനം ചെയ്ത് മുന്നോട്ട് പോയാല് നമ്മളുടെ തെറ്റുകളെല്ലാം പുറത്ത് നമുക്ക് ഭക്തി മാർഗത്തിൽ മുന്നോട്ട് പോകാൻ നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഇനി അടുത്ത ശ്ലോകം. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന ഇഷ്ടഭ്യാഹമിദം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. ഇത് ഭഗവത്ഗീതയിലെ ശ്ലോകമാണ്. ഹരേ കൃഷ്ണ. ആരെങ്കിലും ചൊല്ലും? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. അഥവാ ബഹുജനേന കിം ജ്ഞാനേന തവാർജുന ഇദം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജനത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവ. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന വ്യക്തമായിട്ട് കാണാമല്ലോ? കാണാൻ പറ്റുന്നില്ല. വാസുദേവായ. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന ഇഷ്ടാഭ്യഹം ഇദം കൃതസ്നം ഏകാദേശേന സ്ഥിതോ ജഗത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അഥവാ ബഹുനൈതേന കിം ജ്ഞാനേന തവാർജുന ഇഷ്ടഭ്യാഹം ഇദം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
അപ്പൊ ഈ ശ്ലോകത്തിന്റെ വിവർത്തനത്തിൽ പറയുന്നുണ്ട് അർജുനനോട്, ഇനിയും ഞാന് എന്നെ കുറിച്ചിട്ട് ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞിട്ട് ആ അറിവെല്ലാം കിട്ടിയിട്ട് നിനക്ക് എന്താണ് ചെയ്യേണ്ടത്? നീ ഒന്ന് മാത്രം മനസ്സിലാക്കണം, എന്റെ ചെറിയ ഒരു അംശം മാത്രമാണ് ഈ വിശ്വത്തിൽ, ഈ സൃഷ്ടിയിൽ ഉടനീളം വ്യാപിച്ചിട്ട് ഈ സൃഷ്ടിയെ, ഈ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളെ താങ്ങി നിർത്തുന്നത്. നീ ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി അർജുന. അപ്പം ഭഗവാന്റെ അചിന്ത്യമായിട്ടുള്ള ശക്തി വിശേഷമാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ ഭഗവാനാണ് എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളില് പരമാത്മാവായിട്ട് പ്രവേശിച്ചിട്ട് ആ പരമപുരുഷന്റെ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രതിനിധീകരിക്കുന്നത് എന്നിവിടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പം ഏറ്റവും വലിയ ജീവസത്ത എന്ന് പറയുന്നത് ബ്രഹ്മാവാണ്. ആ ബ്രഹ്മാവ് മുതൽ ഒരു അണു വരെയുള്ള എല്ലാവരുടെയും ശരീരത്തിന്റെ ഉള്ളില് കുടികൊള്ളുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ് പരമാത്മ രൂപത്തില്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? കൃഷ്ണ മാതാജി, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ, പറയും. മാതാജി, നമുക്ക് ഈ ഈ ഈ ജന്മത്തിൽ നമുക്കൊരു വാസന ഉണ്ടല്ലോ. അപ്പൊ അത് അടുത്ത ജന്മം വേറൊരു ശരീരത്തിലല്ലേ നമുക്ക് ചെന്ന് വിടുന്നത്. അപ്പം നമ്മുടെ ഈ വാസന അവർക്കായിരിക്കും കിട്ടുന്നല്ലേ? അതെ, ആ ശരീരത്തിൽ അവർക്കെന്ന് വെച്ചാൽ നമ്മള് തന്നെ, ഈ നമ്മളല്ലേ ജീവാത്മാവാണ് അടുത്ത ശരീരം, അടുത്ത ജന്മം എടുക്കുന്നത്, വേറൊരു ശരീരം നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മളുടെ ആത്മാവ് ആ ശരീരത്തിൽ ഇരുന്നും കൊണ്ട് ഈ ജന്മത്തിൽ നമ്മളുടെ പൂർത്തീകരിക്കാതെ പോയ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം സാധിക്കണം അടുത്ത ശരീരത്തിൽ ഇരുന്ന്. അപ്പൊ ആ ശരീരം കൊണ്ട് നമുക്ക് മതിയായില്ലെങ്കിൽ വീണ്ടും വേറൊരു ശരീരം, ഇങ്ങനെ നമ്മളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ഇതൊക്കെ മതിയാക്കൂ, നിങ്ങൾ എന്നിലേക്ക് തിരിയൂ. ഭഗവാന് തിരുനാമം ജപിച്ചു ഭഗവാന് സേവനം ചെയ്തും ഒക്കെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളുടെ എല്ലാ പാപങ്ങളും ആ ഭഗവാൻ സ്വീകരിക്കും, അതെല്ലാം ഇല്ലാതാക്കും. നമ്മളുടെ ഹൃദയം ശുദ്ധമായിട്ട് ഭഗവാൻ നമ്മളെ സ്വീകരിക്കുക ചെയ്യുക. അപ്പം നമുക്ക് ഇനിയൊരു ജന്മം എടുക്കേണ്ടി വരില്ല. അപ്പൊ ഭഗവാന്റെ നാമം ജപിക്കുകയും ഭഗവാന് സേവനം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ വരില്ല. ഒന്നൊന്നായിട്ട് ക്രമേണ അതെല്ലാം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ കൃഷ്ണാവബോധത്തിൽ വരുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു, വന്നതിന് ശേഷം നമ്മളിലുണ്ടായ മാറ്റങ്ങൾ നമുക്ക് നമ്മളെ തന്നെ താരതമ്യം ചെയ്യാം. ഇതിന് മുൻപുള്ള അവസ്ഥയും ഇതിലേക്ക് വന്നതിന് ശേഷമുള്ള അവസ്ഥയും നമുക്ക് തന്നെ ചിന്തിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിലും കുറച്ചും കൂടി മുന്നോട്ട് പോവുകയാണെങ്കിലോ തീർച്ചയായിട്ടും നമുക്ക് ഈ ജന്മം സഫലമാക്കാൻ നമുക്ക് കഴിയും. നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതാകും. ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഒന്നൊന്നായിട്ട് ഇല്ലാതാകും. അത് നാമം ജപിച്ച് വരുമ്പോൾ തന്നെ കുറെ മാറ്റങ്ങൾ നമ്മളിൽ വരും. ഭൗതികമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും വിരക്തി കൈവരിക്കാൻ നമുക്ക് സാധിക്കും. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി പറഞ്ഞല്ലോ പരമാത്മാവ് എന്ന അവസാനം, അതിനെ കുറിച്ചൊന്ന് പറയൂ മാതാജി. നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ മരണശേഷം പരമാത്മാവ് നമ്മളോട് എപ്പോഴും വരുന്നത്. എത്രയൊക്കെ ശരീരം സ്വീകരിച്ചാലും എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വരും, ഇപ്പൊ 100 ജന്മമല്ല അത് കൂടുതൽ എടുക്കേണ്ടി വന്നാലും നമ്മളോടൊപ്പം വരുന്ന ഒരേ ഒരാള് ആരാണ്? പരമാത്മാവാണ്. അതേസമയം നമ്മൾ ഭഗവാന് സേവനം ചെയ്ത് നമ്മൾ ആ സാക്ഷാത്കാര തലത്തില്, നമ്മുടെ സ്വരൂപസിദ്ധിയുടെ തലത്തില്, മരണ സമയത്ത് നമ്മൾ ആ തലത്തിൽ എത്തുകയാണെങ്കിൽ മരണശേഷം നമ്മളുടെ ആത്മാവ് എങ്ങോട്ട് പോകും? ഭഗവാന്റെ ധാമത്തിലേക്ക് പോകും. അപ്പൊ ഈ പരമാത്മാവ് ചൈതന്യം, ആ ചൈതന്യം എങ്ങോട്ടേക്ക് ലയിക്കും? ക്ഷീരോദശായി വിഷ്ണുവില്ല. കാരണം എന്താ? ക്ഷീരോദശായി വിഷ്ണുവാണ് പരമാത്മ ചൈതന്യമായിട്ട് എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളില് കുടികൊള്ളുന്നത്. അതുകൊണ്ട് ആ ചൈതന്യം ക്ഷീരോദശായി വിഷ്ണുവിലേക്ക് പോകും, ജീവാത്മാവ് ഭഗവാന്റെ ധാമത്തിലേക്കും പ്രവേശിക്കും. ഹരേ കൃഷ്ണ മാതാജി. അപ്പൊ പരമാത്മാവ് നമ്മളെ നേർവഴിക്ക് നയിക്കാനാണോ നമ്മുടെ കൂട്ടത്തിൽ ചേരുന്നത്? അതെ, തീർച്ചയായിട്ടും അതെ. നമ്മളെ ഭഗവാനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പരമാത്മാവായിട്ട് ഭഗവാൻ തന്നെ നമ്മളുടെ ഉള്ളിൽ കുടികൊള്ളുന്നത്. പക്ഷെ നമ്മൾ എന്നിട്ട് ഇതൊന്നും മനസ്സിലാക്കുന്നതേ ഇല്ല. നമ്മള് വീണ്ടും ഇതാണ് ശ്രേഷ്ഠം എന്ന് കരുതി നമ്മൾ ഈ ഭൗതികതയിൽ സ്ഥിരം ഇവിടെ വസിക്കാനാണ് നമ്മൾ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആർക്കും ഇവിടെ ഒന്ന് പുറത്തു പോകണമെന്നേ ഇല്ല. അപ്പൊ ആരാ ദുഃഖിക്കുക? പരമാത്മാവാണ് ദുഃഖിക്കുക. ആത്മാവ് എന്തുകൊണ്ട് എന്നിലേക്ക് വരുന്നില്ല? അതാണ്
പക്ഷികളുടെ ഉദാഹരണം പറഞ്ഞത്. ഇവിടെ ശ്രീല പ്രഭുവന്തര് പറഞ്ഞിട്ടുണ്ട് ഈ ഭാവാർത്ഥത്തില്. ആകുന്ന പക്ഷി ചിന്തിക്കുകയാണ് ഈ ജീവാത്മാവ് ഈ ഭൗതികമായിട്ടുള്ള ആസ്വാദനങ്ങൾ, ഇന്ദ്രിയ ആസ്വാദനങ്ങൾ, വിഷയസുഖങ്ങൾ വിട്ടിട്ട് എപ്പോഴാണ് എന്നിലേക്ക് തിരിയുക എന്നാണ് പരമാത്മാവാകുന്ന പക്ഷി ജീവാത്മാവാകുന്ന പക്ഷിയുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. എപ്പോൾ ഇത് എന്നിലേക്ക് വരും, എപ്പോൾ വരും എന്നിലേക്ക് എന്ന്. എന്നിട്ട് വേണം എനിക്ക് ആ ജീവാത്മാവിനെ രക്ഷിക്കാൻ. ഹരേ കൃഷ്ണ മാതാജി.